തന്നെ പിന്നെ എങ്ങനെ വിശ്വസിക്കോടോ? അന്നൊക്കെ എന്റെ കുടുംബ പ്രശ്നങ്ങളായിരുന്നു. തലയ്ക്ക് തീ പിടിക്കുന്ന മാതിരിയാണ് നടന്നിരുന്നത്. ഇത്രമാത്രം എന്താ പ്രശ്നം നിനക്ക്? പ്രശ്നം എന്റെ ഭാര്യ മാഡം. നിത്യേന എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കും. അത് കഴിഞ്ഞാൽ നേരെ അവളുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. ഓ, അവിടെ ചെന്ന് നിന്ന് എന്നെ വിളിക്കും. കെട്ടിത്തൂങ്ങും, മണ്ണെണ്ണൊഴിച്ച് ചാകും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വെപ്രാളത്തിലാ ഞാൻ ഓടി ഓടി പോകുന്നത്. ഭാര്യ വീട് തൊട്ടടുത്താ. അവരാണെങ്കിൽ ഇവളവിടെ ചെല്ലുമ്പോ ഒന്നും പറയില്ല. അവള് പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ. ഈ ഭാര്യ വീട് തൊട്ടടുത്തെന്ന് പറഞ്ഞ 4 വീടിന്റെ ദൂരമേ ഉള്ളൂ സാറേ. ആ, അതുകൊണ്ടാ പറയുന്നത് വിവാഹം കഴിക്കുമ്പോ കുറച്ച് ദൂരത്തു നിന്നേ പാടുള്ളൂ എന്ന്. അല്പദൂരം യാത്ര ചെയ്തിട്ടാണ് അവളുടെ വീട്ടിലെത്തേണ്ടതെങ്കിൽ അവളെ പെട്ടെന്നൊന്നും അങ്ങ് പോവില്ല. അതല്ല, ഈ കയ്യെത്തുന്ന ദൂരത്ത് അവളുടെ സ്വന്തം കുടുംബം ഉണ്ടെങ്കിൽ നിസ്സാര പ്രശ്നം വീട്ടിലുണ്ടായാൽ മതി, അവളങ്ങ് പോയിരിക്കും. സാറ് ഒരു തവണ കൂടി ഒന്ന് ക്ഷമിക്കണം സാറേ. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടുത്തെ ഡ്യൂട്ടി അവസാനിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല സാറേ. വിശ്വസിച്ച് ഒരിക്കൽ കൂടി ഞാൻ കൂടെ നിർത്താം. പക്ഷേ ഇനി ഒറ്റ തവണ കൂടി നിന്റെ ഡ്യൂട്ടിയിൽ വീഴ്ച വന്നാൽ പിന്നെ ഈ ഗേറ്റ് കടന്നെങ്കിൽ അകത്തേക്ക് വരരുത്. ഇല്ല സാർ, ഒരുപാട് നന്ദിയുണ്ട് സാറേ. മാഡം ചെല്ല്. ശരി സാറേ. ഇല്ലായ്മ പറയുമ്പോ തള്ളിക്കളയുന്നത് എങ്ങനെയാ? എന്തായാലും ഒരു ഡ്രൈവറെ ആവശ്യമുള്ളതല്ലേ, നിക്കട്ടെ. ഞാനത് പ്രതീക്ഷിച്ചു. അല്ല, ഭാര്യ വീടിന്റെ കാര്യം എന്താ നിങ്ങൾ പറഞ്ഞേ? എന്താ ശാസ്ത്രമല്ലാണോ?